നമുക്കൊപ്പം ചേർന്നു ഞങ്ങളുടെ റിപ്പോർട്ടർ. ഈ വാർത്ത ഇങ്ങനൊരു നടപടിയിലേക്ക് കടക്കാൻ തന്നെ കാരണമായത് ന്യൂസ് 18 കേരളത്തിന്റെ ശക്തമായിട്ടുള്ള ഇടപെടലാണ്. പലതരം ഭീഷണികളെ മറികടന്നുകൊണ്ടും അതിലെ വകവയ്ക്കാതെയും ആ റിപ്പോർട്ടിങ്ങുമായി മുന്നോട്ട് പോയ ഞങ്ങളുടെ റിപ്പോർട്ടർ KV ബൈജു നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള മനാഫ്, ജയന്ത്, ഒപ്പം മാധ്യമപ്രവർത്തകൻ വിനോദ് മേക്കോത്ത് എന്നിവരും നമുക്കൊപ്പം ചേരും. റിട്ടയർഡ് SP സക്രിയ ജോർജും പ്രൈം ഡിബേറ്റിനൊപ്പം ചേരും. ആദ്യം ബൈജുവിലേക്ക്. ബൈജു, ഈ മാസാദ്യം ആണ് ഇങ്ങനൊരു വെളിപ്പെടുത്തൽ വരുന്നത്. ഇപ്പോൾ ഇത്രയും 20 ദിവസമാകുമ്പോഴും എന്തൊക്കെയാണ് നടന്നത്, ഏതൊക്കെ തരത്തിലാണ് ഈ അന്വേഷണം വഴിയിലേ എന്നുള്ളാൻ മണ്ണ് പരിശോധനയ്ക്കായി കാത്തു നിൽക്കുന്നവരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് പോലീസിന്റെ ഈ അനങ്ങാപ്പാറ നയമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം വരുമ്പോൾ ഇതിനപ്പുറത്തേക്ക് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? കോടതിയുടെ ഒരു മേൽനോട്ടം ഇതിനകത്തുണ്ടോ? അതില്ലെങ്കിൽ ഇങ്ങനെ ഒരു അന്വേഷണ സംഘം ഉണ്ടെങ്കിൽ തന്നെ ഈ കൃത്യമായിട്ടുള്ള പരിശോധനകളൊക്കെ എങ്ങനെ നടത്തി കിട്ടും എന്നുള്ളത് വലിയ ചോദ്യമാണ്. ആക്ഷൻ കൗൺസിൽ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നുണ്ടോ SIT സത്യം കുഴിച്ചെടുക്കും ധർമ്മസ്ഥലയിൽ എന്ന്? അപർണ, ഇതിൽ പ്രധാനമായും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടത് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്നാണ്. അതായത് കർണാടക DGP മേൽനോട്ടം വഹിക്കുന്ന പ്രത്യേക ഓഫീസർമാർ, അത് കൃത്യമായി ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഘത്തെയാണ് രൂപീകരിച്ചത്. പ്രധാനമായും ഈ സൗജന്യ കേസൊക്കെ അന്വേഷിച്ച ഉദ്യോഗസ്ഥർ ഈ കേസിൽ ഇപ്പോൾ പ്രത്യേക സംഘത്തിലുണ്ട്. അത് തന്നെയാണ് ഇവർക്ക് ഏറ്റവും ആശ്വാസം എന്നത്. എന്നാൽ ഇവർ പൂർണ്ണമായും ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇത് ഏറ്റവും പ്രധാനം, ഈ മാസം ആദ്യമാണ് ഇത്തരത്തിലൊരു മൊഴി പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത്. പക്ഷേ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്ന് ഇദ്ദേഹം കോടതിയിൽ രഹസ്യമൊഴി നൽകുകയായിരുന്നു. ഇത് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും കോടതിയിൽ രഹസ്യമൊഴിയായി നൽകുകയായിരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനമായി ഇദ്ദേഹം ആവശ്യപ്പെട്ടത് തനിക്കും തന്റെ കുടുംബത്തിനും ഇത്തരത്തിൽ സുരക്ഷ നൽകണമെന്നായിരുന്നു. പക്ഷേ പോലീസ് അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെ വലിയ പ്രതിഷേധവുമായി ഇരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇതിലൊരു പ്രത്യേക അന്വേഷണ സംഘം വന്നത്. അത് ഈ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സത്യങ്ങൾ അറിയാൻ ഇരിക്കുന്ന ഈ അമ്മമാരും കുടുംബങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ്. അവർക്ക് ഇതിന്റെ സത്യം പുറത്തു വരുമെന്ന ഒരു വിശ്വാസം ഇപ്പോഴുണ്ട്. ഇതിൽ പ്രധാനമായും ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലം, അവിടെ പരിശോധനയാണ് ഏറ്റവും പ്രധാനമായി ഇവർ ആവശ്യപ്പെടുന്നത്. അത് ഇതുവരെ അതിൽ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വരുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അത്തരം പരിശോധനകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. ഈ പ്രദേശം കൃത്യമായ പരിശോധന നടത്തിയാൽ ഒരുപാട് രഹസ്യങ്ങൾ ആ മണ്ണിനടിയിലുണ്ട്. അതൊക്കെ പുറത്തു വരുമെന്ന വിശ്വാസം അവർക്കുണ്ട്. അത് ആയിരിക്കും ഒരു പക്ഷേ ഈ ആദ്യം തന്നെ ഇപ്പോൾ ഈ സംഘം രൂപീകരിച്ചതിന് ശേഷം ഏതായാലും ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സംഘം വളരെ പെട്ടെന്ന് തന്നെ ഈ അന്വേഷണത്തിലേക്ക് കടക്കും. ഇതോടൊപ്പം ഈ കാണാതായവരെ കുറിച്ചുള്ള ഈ തിരോധാനം, ഒരുപാട് കേസുകൾ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ്. 484 കേസുകളിൽ ഭൂരിഭാഗവും ഈ തിരോധാനം എന്നാണ് പോലീസ് FIR ഇട്ടുള്ളത്. ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താനും ഒരു തീരുമാനമായിട്ടുണ്ട്. അതിൽ ഒരുപാട് ദുരൂഹതകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. കയ്യും കാലും കെട്ടിയിട്ട തരത്തിലുള്ള മൃതദേഹം ഇത്തരത്തിൽ നേത്രാവതി പുഴയിൽ എത്തിയപ്പോൾ അത് ഒരു ആത്മഹത്യ എന്ന നിലയിലായിരുന്നു പോലീസിന്റെ FIR. അങ്ങനെ ഒരുപാട് ഇതിൽ ദുരൂഹതകളുണ്ട്. ഇതിൽ കുറെ ഇത്തരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. വളരെ പ്രധാനമായിട്ട് ഇത് കർണാടകത്തിൽ നടക്കുന്ന സംഭവം എന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഉള്ള അധികൃതർ, ഭരണകൂടം, പോലീസ് അടക്കമുള്ളവർക്ക് കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ഇപ്പോൾ KJ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മകൻ നൽകിയിട്ടുള്ള മൊഴികളടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം. അതായത് മലയാളികളും ഇങ്ങനെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു ധർമ്മസ്ഥലയിലെ ഈ മാഫിയയുടെ കയ്യാൽ എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതുകൂടിയാണോ നമുക്ക് ഇന്ന് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ്? തീർച്ചയായും ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് മലയാളിയായ, അതായത് ഇടുക്കി കട്ടപ്പനയിലെ KJ ജോയിയുടെ ആ കൊലപാതകം. അത് ഒരു ആക്സിഡന്റ് മാത്രമായി പോലീസ് മാറ്റി എന്നതാണ്. അതിൽ പ്രധാനമായും മകൻ അനീഷ് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ധർമ്മസ്ഥല നഗരമധ്യത്തിനുള്ള ഒരു സ്ഥലം അത് തട്ടിയെടുക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയ ഒരു അപകടം, അതിൽ അദ്ദേഹം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണത്. പിന്നീട് പോലീസ് തന്നെ പറയുന്നു തനിക്ക് ഇയാൾക്കെതിരെ പോലീസിന്റെ ഭീഷണി ഉണ്ടാവുന്നു. അതേ തുടർന്ന് അദ്ദേഹം ആ കുടുംബവും ഇവിടുന്ന് പലായനം ചെയ്യുന്നു. അത് 2018 ഒരു കേസാണ്. നേരത്തെ 85-ഉം 86-ലും ഒരുപാട് കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് ഏറ്റവും പുതിയത് 2018 ഒരു കേസാണ്. ആ 2018 പോയ അനീഷും കുടുംബവും ഇന്നാണ് സത്യത്തിൽ അവർ ഒരു ആശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ നമ്മളെ കാണാൻ അവർ വരുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ തുറന്നു. അതിനുശേഷം അതിൽ വലിയ
ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കണ്ണൂരിൽ ആണ് അവർ താമസ കുടുംബം. കേരളത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു. അതിൽ നടപടികൾ ഇപ്പോൾ അനീഷും മറ്റ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും കണ്ണൂരേക്ക് ഇപ്പോൾ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. മനാഫ് ഉൾപ്പെടെയുള്ളവർ കൂടെയുണ്ട്. അവർ കണ്ണൂരിൽ ഞാൻ വരാം ബൈജു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനകത്ത് നിൽക്കുക കൂടിയാണ് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ എന്ന് പറയുന്നു. മനാഫ് ഉൾപ്പെടെയുള്ളവർ നമുക്കറിയുന്നത് പോലെ പലരും ഈ പരാതികൾ ഉന്നയിച്ച പലരും പോലും ജീവനില്ലാത്ത സാഹചര്യത്തിലേക്ക് മാറിയ അത്രയും ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്.